1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. ഹലോ, ഇന്ന് 11 മണിക്കാണ് സിനിമയുടെ റിലീസ്. തിയേറ്ററിലുണ്ടോ? ചെണ്ടമേളത്തിന്റെ ബാൻഡ് മേളത്തിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ? ദൈവമേ, പടമൊന്ന് ഓടിയാൽ മതിയായിരുന്നു. ആളില്ലേ? എന്നൊരു കാര്യം ചെയ്യും, ആ ചെണ്ടമേളത്തിന് വന്ന ആൾക്കാരോട് മൊത്തം തിയേറ്ററിനകത്തോട്ട് കയറിയിരിക്കാൻ പറ. ഏതെങ്കിലും രീതിയിൽ ലാഭം ഉണ്ടാകട്ടെ. ഓക്കെ ഓക്കെ എന്നാ. അയ്യോ എന്റെ ദൈവമേ, ടെൻഷൻ കൊണ്ട് വയ്യ. എടോ, നമ്മുടെ പടം വിജയിക്കുവാണോ? സാറെന്തോ സാർ ഒരു വിശ്വാസം ഇല്ലാത്തല്ലേ? ഞാൻ ഈ പടത്തിന്റെ സംവിധായകനല്ലേ? ആദ്യം വേണ്ടത് വിശ്വാസമാണ്. കൊള്ളാം. ഇങ്ങോട്ട് വന്നേ. ഹെഡ് ഓർ ടേക്ക്? ഹെഡ്. ഹെഡ്. നമ്മളെ വിജയിച്ചു. ഈ വെള്ളിയാഴ്ച എന്റെയാണ്. അപ്പൊ വെളി കൂടെ കിട്ടിയാ മതി. അങ്ങനെ പറഞ്ഞു. വെളിവും വെള്ളിയാഴ്ച തന്നെയാണല്ലോ. എടോ, വെളിവും വെള്ളിയാഴ്ച എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് തന്നെ പിടിച്ച് ഡയറക്ടറാക്കി നീ നിൽക്കുന്നവരെ പിടിച്ച് അവൻ ലാഗരമാക്കിയത്. എന്തോ വർത്തമാനം പറ. മനസ്സിന് ടെൻഷൻ കൊണ്ടാണെങ്കിൽ നിൽക്കാൻ വയ്യ. താൻ എന്തൊക്കെ വൃത്തികൾ തുടങ്ങിയുണ്ട്. തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ പടം തുടങ്ങാൻ നേരത്ത് തന്നെ എന്റെ അച്ഛന്റെ പേരിൽ എഴുതി കാണിക്കണമായിരുന്നു. സാർ ഇത് എത്ര കോടി രൂപയുടെ പടമാണ്? ഇത് 5 കോടി രൂപ. 5 കോടി രൂപ മുടക്കി കിടക്കുന്ന ഒരു പടത്തിന്റെ ഫ്രണ്ടിൽ തന്നെ പൂച്ചാണ്ടി മണിയൻ എന്ന് എങ്ങനെ സാറേ ഞാൻ എഴുതി വെക്കണം? ഒരു മര്യാദ വേണ്ടി. എടോ, 5 കോടി മുടക്കി സിനിമ എടുത്തെന്ന് പറഞ്ഞു എനിക്ക് എന്റെ അച്ഛന്റെ പേര് മാറ്റാൻ പറ്റത്തില്ലല്ലോ. എടോ, എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. എന്റെ അച്ഛൻ എന്തൊരു പാവമായിരുന്നെന്നറിയാമോ? പൊറോട്ട കഴിച്ചോണ്ടിരുന്നപ്പോ തൊണ്ടേ കുടുങ്ങി എന്റെ അച്ഛൻ മരിച്ചത് എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പൊറോട്ട തൊണ്ടേ കുടുങ്ങി മരിക്കണമെന്ന് അല്ല, പിന്നെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. അതുപോലെ സാധിക്കുകയാണ് പോയത്. അപ്പൊ അച്ഛൻ മരിച്ചു പോയ സ്ഥിതിക്ക് ആ ആഗ്രഹം ഞാനായിട്ട് സാധിച്ചു കൊടുത്തു. ഞാനിപ്പോ ഒരു പ്രൊഡ്യൂസറായി. അച്ഛനെ സിറ്റുവേഷൻ കളയാം. നമ്മളെ സിനിമ റിലീസ് ആയി സാർ, ആ ഒരു മൂഡിൽ നിൽക്കി. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. മക്കളുമാർക്ക് അച്ഛന്റെ വില മനസ്സിലാവുള്ളൂ. ഉദാഹരണത്തിന് എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ഇക്കളെടുത്തല്ലേ മരിച്ചത്? ഇക്കളൊക്കെ എടുത്ത ആൾക്കാർ മരിക്കൂ. ഇക്കളെടുത്താ മരിക്കൂല. കണ്ണ് വെട്ടിച്ച് പട്ടായെ പോയി മസാജ് ചെയ്യാൻ കിടന്ന് എണ്ണ ഒഴിച്ച് ഒരു പിടി ഒരു എക്കിള് തിന്നു. അച്ഛൻ നല്ല വെള്ളം ഇറക്കിയാ മരിച്ചത്. സുഖമരണമല്ലേ? സുഖമരണമാണ്. ഞാൻ 250 ലഡു വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടാ, നമ്മുടെ സിനിമയിലെ നായകനെന്ന് അവനുണ്ട് ഉത്തരവാദിത്തം. ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നു. ഒരു പടം റിലീസായപ്പോ സ്വന്തം കാശിൽ 250 ലഡു അവൻ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നു. അല്ല, എന്റെ കാശിലല്ല, പിന്നെ സാറിന്റെ പറ്റില്ല വാങ്ങിച്ചത്. 100 ദിവസമായി പടം തുടങ്ങിയിട്ട്. അത് തീർന്നു. ആ കടയിലെ പറ്റ് നമ്മൾ പറഞ്ഞു ഒഴിവാക്കിയതാണ്. ഇനി അവിടെ പോയി പറ്റരുത്. ഇവന് ഭയങ്കര ഒരു പരാതിയുണ്ട്. എന്ത്? ഈ ലൊക്കേഷനിൽ പച്ചക്കറി മാത്രമേ ഉണ്ടാവും. അയ്യോ, ലൊക്കേഷൻ വെറും തോൽവിയായിരുന്നു സാറേ. ഒരു ഇറച്ചി കഷ്ണമെങ്കിലും. അതെന്തോ വർത്തമാനാണ് പറയുന്നത്. നമ്മൾ സിനിമയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരായിരിക്കണം. സിനിമ തുടങ്ങാൻ നേരത്തെ എഴുതി കാണിച്ചിട്ടുണ്ട്. എന്തോന്ന്? ഈ പടത്തിൽ യാതൊരു കാരണവശാലും പക്ഷി മൃഗാദികളെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ മീനും അതുപോലെ ഇറച്ചിയൊക്കെ നമ്മുടെ സെറ്റിൽ കൊണ്ട് വിളമ്പുന്നത്? പിന്നെ അങ്ങനെയൊന്നും പറയണ്ട. ഇവന്റെ ഒരു സീൻ എടുത്തപ്പോ അതിൽ ഇറച്ചി ഉപയോഗിച്ചില്ലല്ലോ നമ്മള്. എവിടെ വെച്ചായിരുന്നു അതിന്റെ ഷൂട്ടിങ്? ഒരിക്കശ്ശേരി മന. ഒരു മനയിലോട്ടൊക്കെ എങ്ങനെയാണ് ഇറച്ചി കൊണ്ട് കയറി പോകുന്നത്? അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, 6-ാം തമ്പുരാനിൽ ലാലേട്ട ഇരുന്ന് ചിക്കൻ കാർ കടിച്ചു പറിക്കുന്ന വരിക്കാശ്ശേരി മനയിലല്ലോ. അത് നിങ്ങൾക്ക് തെറ്റി. അതാ വരിക്കാശ്ശേരി മനയുടെ സെറ്റ് ഇട്ടതായിരുന്നു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നമുക്കൂടെ സെറ്റ് ഇട്. പിന്നെ നിനക്ക് 110 രൂപയുടെ ചിക്കൻ ഫ്രൈ തിന്നാനായിട്ട് ഞാൻ വരിക്കാശ്ശേരി മനയുടെ സെറ്റുണ്ടാക്കി വെക്കാം. എന്തോ വർത്തമാനങ്ങളാണോ കാര്യങ്ങളൊക്കെ പറയുന്നത്? സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പടത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം സാർ വിചാരിക്കരുത്. സാറേ, ഒരു ആടിനെയാണ് ഞാൻ കുരുതി കൊടുക്കാൻ പോകുന്നത്. ഈ പടം മര്യാദക്ക് ഡയറക്ടർ ചെയ്തെങ്കിൽ ഒരു ആടിന്റെ ജീവൻ കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സാറേ, ആടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു ആട് കിട്ടി. നല്ല കാര്യമാണ്. കാരണം നീ അഭിനയിക്കണം നല്ല അതാണ്. ഒരാടാക്കണ്ട, ഒരു 5 ആടിനെ വളർത്തുക, അതൊരു ഫാം ആക്കുക. അങ്ങനെ നീ ഫാമിലി ആയിട്ട് ജീവിക്കുക. ആടല്ല, പിന്നെ ആട് മറ്റേ ഇതില്ലേ പരസ്യം, ആ സംഭവത്തിലാണ്. പരസ്യമാ? ഏതിന്റെ പരസ്യം? അതൊരു പ്രകൃതിയുടെ എന്തോ പരസ്യമാണ്. ഏതോ കഞ്ചാവിന്റെ പരസ്യത്തിൽ അല്ലാതെ സംഭവം വിട്ടുപോയി. എന്താ സംഭവം? നമുക്ക് ഇന്ന് വൈകിട്ട് തിയേറ്റർ വിസിറ്റ് നമുക്കൊരു കേക്ക് മുറിച്ചേ പറ്റൂ. എടോ, ഒരു പടം ഇറങ്ങി അത് വിജയിച്ചതിന് ശേഷമല്ലേ നമ്മൾ കേക്ക് മുറിക്കുന്നു? അത് പണ്ട്. ഇപ്പോഴങ്ങനെയല്ല. വിജയിച്ചാലും പരാജയപ്പെട്ടാലും നമ്മൾ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോകുന്ന ഒരു കേക്ക് മുറിക്കുന്നു. അതാണ് ട്രെൻഡ്. എടാ, നിനക്കൊക്കെ കേക്ക് തിന്നണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെടാ. ഒരു 1000 രൂപ പോലും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലേ? 5 കോടി മുറക്കിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഒരു ഇത് മനസ്സിലാക്കണം നിങ്ങൾ. ഒരു മിനിറ്റ്, ഒരു കോൾ വരണം. ഹലോ. ഹലോ, ആരാണ്? സാറേ, ഞാൻ കാട്ടാക്കടയിൽ നിന്ന് മോഹനാണേ. ഞാൻ സാറിന്റെ അടുത്ത് പണ്ട് ചാൻസ് ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. അയ്യോ, മോഹന പറ. സാറേ, സിനിമ ഞാൻ കണ്ടു. അയ്യോ, ഫസ്റ്റ് ഹാഫ് ഉഗ്രൻ, സെക്കൻഡ് ഹാഫ് പിന്നെ തീ. ക്ലൈമാക്സ് കണ്ടു എന്റെ സാറേ കരഞ്ഞുപോയി. മോഹന, എന്തോ പടം റിലീസായി 15 മിനിറ്റേ ആയുള്ളൂ. അതിനിടയ്ക്ക് നീ ഫസ്റ്റ് ഹാഫും കണ്ട് സെക്കൻഡ് ഹാഫും കണ്ട് ക്ലൈമാക്സും കണ്ട്. ഇല്ലടാ, അവസരം വേണമെങ്കിൽ അത് ഇങ്ങനെ ചോദിക്കണം, അല്ലാതെ സോപ്പിടാൻ നിൽക്കരുത്. പടം മുഴുവൻ കണ്ടിട്ട് വിളിയടാ. പടം മുഴുവൻ കണ്ടിട്ട് നീ പിന്നെ മിണ്ടാട്ട മുട്ടി പോവില്ലേ? എങ്ങനെ പറയാൻ പറ്റുവാ? ഞാൻ വിളിക്കാം. എടോ,
ഇവിടെ നമ്മൾ പടം എന്തായാലും നമ്മൾ ഇറക്കി. ഓ അപ്പൊ ഈ ഇറക്കിയ കാര്യം നാട്ടുകാരെയും കൂടെ ഒന്ന് അറിയിക്കണ്ടേ, എങ്കിലല്ലേ തിയേറ്ററിലോട്ട് ആള് വരത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ലൈവ് പോയാൽ. നല്ല തീരുമാനം. നല്ല തീരുമാനമാണ് സാറേ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല സാറേ. നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ജനം വന്ന് കാണണം. പിന്നെ അവർ മുമ്പ് തൊഴിൽ വന്ന് കാണുമെന്ന് പറയേണ്ട കാര്യമില്ല. എന്തിനാ അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യമില്ല സാറേ. ഉളക നീ വന്ന വഴി മറക്കരുത്. നീ അല്ല, അവൻ വന്നില്ലേ വേണ്ട, നമുക്ക് എന്തായാലും ലൈവ് പോയല്ലേ പറ്റത്തുള്ളൂ. പണി അല്ലേ? ഹായ്, നമസ്കാരം. ഞാൻ കൊട്ടാരത്തിൽ ചന്ദ്രൻ. കൊട്ടാരത്തിൽ ചന്ദ്രൻ. കട അങ്ങോട്ട് ഇറങ്ങട്ടെ, കടത്തിനെ കിടക്കണ കാണാം. ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ഇന്ന് റിലീസാവുകയാണ്. ആരുമില്ല. അയ്യോ, പടത്തിന് ആരുമില്ലെന്നല്ല, സിനിമയുടെ പേരാണ് പറഞ്ഞത്. ആരുമില്ല. അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം. ദാണ്ടെ എന്റെ സിനിമയുടെ ഡയറക്ടർ ഇവിടെ നിൽപ്പുണ്ട്. ഡയറക്ടർ നമസ്കാരം. സംവിധായകൻ സത്യരാജ്. ഒരു സത്യവുമില്ല, കള്ളം പറഞ്ഞ് എന്നെ ഇതിനകത്തോട്ട് ഇറങ്ങിയത് അല്ല ഇതാ. പിന്നെ ആഹാ, ശില്പ രാജഗോപാൽ. സൂപ്പർ സ്റ്റാർ പുളകൻ സാറിനെ ഒന്ന് കാണണം. ആദ്യത്തെ പടത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ ആകട്ടെ. ഹായ് ഹായ് മോളെ, എവിടെ ഉണ്ട്? ഒരു കുഴപ്പമില്ല. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ. ഉലകൻ സാർ പാടുമോ? ഇല്ല, ഈ പടത്തിൽ പാടുന്നില്ല. അടുത്ത പടത്തിൽ പാടാൻ ശ്രമിക്കാം. പാടുവന്നല്ല, പിന്നെ ഓടാ ഉളയെന്നാ പറഞ്ഞു. ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്ക് ഓടി വന്നല്ലേടാ നാറി. അങ്ങനെ ഒരു കമന്റ് അതിലില്ലല്ലോ. കമന്റ് ഇല്ല, ഞാൻ പറഞ്ഞതാ. പിന്നല്ല, അത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത പറയാതിരിക്കാൻ പറ്റൂ. ആഹാ, ആനി ചന്ദ്രൻ. ആനി ചന്ദ്രൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ആനി ചന്ദ്രൻ. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? അതെന്തോ വർത്തമാനം ആനി ചന്ദ്ര? ഒരാള് പടം പൈസ മുടക്കി ചെയ്തു, ഞാൻ സംവിധാനം ചെയ്തു, ഒരു പുതിയ നായകൻ മലയാള സിനിമയ്ക്ക് കിട്ടി. ആനി ചന്ദ്രൻ ചിലപ്പോൾ ഭർത്താവായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അയാളടുത്ത് പോയി പറയണം. അയാളോടാ പറഞ്ഞത് എന്റെ ഭാര്യയെ. വീട് നോക്കുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് സിനിമയിലോട്ട് ഉള്ളതെല്ലാം കൂടെ ഇറക്കി. പിള്ളേർ തിന്നേണ്ട കാശല്ലേ. എടി മോളെ, എന്തായാലും ഈ പടം വിജയിക്കും, ഉറപ്പായിട്ടും വിജയിക്കും. നമ്മൾ തിയേറ്ററിൽ ആളെ കേട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. ആ, ഡയറക്ടറിന് ഒരു കമന്റ് വന്നിട്ടുണ്ടേ, അടുത്ത ബോംബ് എന്താ ഇറങ്ങുന്നതെന്ന്. ലൈവ് കെട്ടി. മതി. ഞാൻ പറഞ്ഞില്ലേ വേണ്ട. ഞാൻ പറഞ്ഞു നമ്മുടെ സിനിമയായിരിക്കണം നമ്മുടെ മനസ്സിലല്ല. സിനിമ വിജയിക്കണം. അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം പറ, എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ എന്താ സന്തോഷം നൈസിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആഘോഷമല്ലേ സാറേ? സംഭവം നമ്മളൊരു പടം ഇറക്കി. അതെ, ആ പടം കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് ആയി പോകും. ഓക്കെ, വിജയിക്കും, ഉറപ്പാണ്. വിജയിക്കണമല്ലോ. നമുക്ക് ഒന്ന് പൊട്ടിക്കട്ടെ. നല്ല കാര്യമാണ്. കാരണം ഞാനത് വിജയിച്ചു കഴിഞ്ഞാൽ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന സാധനമാണ്. എങ്കിലും കുഴപ്പമില്ല, താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പൊട്ടിച്ചേക്കാം. കാരണം ഇത് തിയേറ്ററിൽ പൊട്ടിച്ചിരുന്നെങ്കിലായിരുന്നു അതിന്റെ ഒരു എഫക്ട് കിട്ടുന്നത്. കുഴപ്പമില്ല, ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട് നമുക്ക് തിയേറ്ററിൽ. അതല്ല പറഞ്ഞത്, പിന്നെ സന്തോഷത്തിന്റെ പുറത്ത് ഒരു മദ്യം. ഇതൊക്കെ പറയണ്ടേ? ജനം ഏറ്റെടുത്ത്. അതെ. അയ്യേ, എന്തോ സാറേ, സാറ് ജേഡി അടിച്ചോണ്ടിരുന്ന ആളാണ്, ഇപ്പൊ ജവാനാ. ഈ ജേഡി എന്ന് പറയുന്ന സാധനത്തിലോട്ട് എത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ജവാനിലേക്ക് എത്താനായിട്ട് എനിക്ക് ഈ ഒരൊറ്റ സിനിമയാണ് വേണ്ടി വന്നു. മനസ്സിലാക്കൂ സുഹൃത്ത്. അതുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ടോ? നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അല്ല, ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത്? നിന്നെ ഇവനെ എഡിറ്റ് ചെയ്ത് പറ്റിട്ട് വേറെ രണ്ടുപേരെ വെച്ചിരുന്ന സൂപ്പറായിട്ട് പോയത്. വിളിക്കാം. എടോ, വിളിക്ക്. ഇവിടെയെങ്കിലും ഒന്ന് കട്ട് പറയാവോ? കുടിക്ക്. എടോ, സിനിമ ഇപ്പൊ എന്ത് ചെയ്യുമെന്നാണ്, ഈ സിനിമ എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇതൊന്ന് ഇറക്കട്ടെ. എന്തായാലും നിങ്ങളുടെ പരാതിയാണല്ലോ, ഞാൻ നിങ്ങൾക്ക് ചിക്കനും മട്ടനും മറ്റേ സാധനങ്ങളൊന്നും മേടിച്ചു തന്നില്ലെന്ന്. എന്ത് വേണമെങ്കിലും പറ. 100 ദിവസമായിട്ട് ഈ ഹോട്ടലിൽ താമസിക്കുമല്ലേ, നമുക്ക് വഴി ഉണ്ടാക്കാം. സാറേ, എനിക്കൊരു ഫ്രൈഡ് റൈസ്, ഒരു ചില്ലി ചിക്കൻ, ഒരു ബീഫ് അലത്തിയത്. ഒരവസരം കിട്ടിയപ്പോൾ നൈസായിട്ട് അങ്ങ് കയറ്റി വേണമെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് തള്ളിയേക്കോ നിനക്ക? എനിക്ക് ഇതില്ലേ മീ പൊരിച്ചത് വരണം. ദുബായി പോയി എന്റെ നെയ് ഉരുകിയ കാശാടാ. ഈ നെയ്യ് അവിടെ ഉരുകിയിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ പടം പിടിച്ചത്. അവരെണ്ണം സെറ്റ് ചെയ്യും. തിലോപ്പി പോരെ? തിലോപ്പി വേണ്ട. ആന ഒരു നിലപാടില്ലാത്ത മീനാണ്. നിലപാടില്ലാത്ത പിന്നെ കരിമീന്റെ ഫിഗറും ജീവിക്കുന്ന അത് നമുക്ക് നല്ല മീൻ, നെയ്മീൻ, അത് കൊള്ളാം. അത് നല്ല അതവിടെ നിൽക്കട്ടെ. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓടയിൽ നിന്ന്
ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു ഇവിടെ പൈപ്പ് പൊട്ടി കിടക്കുന്നു. അല്ലെങ്കിൽ അത് നമ്മൾ അപ്പോഴേ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ആ ഓടയിൽ നിന്ന് നിങ്ങൾ എന്തോ പറയുന്നത്? നാറ്റോന്ന് പറഞ്ഞു അവിടെ ആ ഓടയിൽ നിന്നല്ല, പിന്നെ സത്യം മാഷിന്റെ ഓടയിൽ നിന്നെന്ന് പറഞ്ഞ സിനിമ. അത് ഒരാൾ ചെയ്തില്ല, നമുക്ക് പല കനാലും പിടിക്കാം. കനാല് പിടിക്കാം. എടോ അതുപോലുള്ള സിനിമയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ തന്നെ ഈയിടെയായിട്ട് ഞാൻ പിന്നെ ഫോണിൽ കണ്ടായിരുന്നു, എന്തോ മറ്റേ ഒരു RDX എന്ന് പറഞ്ഞൊരു അതുപോലത്തെ ഒരു പടമാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്റെ ഉണ്ട്. എന്തോന്ന്? പിന്നെ ഞാൻ നോക്കുന്നില്ല. അതിനകത്ത് ഞാൻ നോക്കിയപ്പോ കുറെ പിന്നെ മൊബൈൽ കിടക്കണുണ്ട്, പിന്നെ ഒരു പഴയ ഒമിനി കിടക്കണുണ്ട്, അങ്ങനെ കുറെ എണ്ണം കിടക്കണം. അത് OLX, ഇത് RDX. എന്റെ ദൈവമേ, ഇതെന്തോ ചെയ്യൂന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് സാറിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞല്ലേ, സത്യം അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഷോട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നപ്പോ നായിക താണ്ടെ എന്റെ കയ്യിൽ ഇങ്ങനെ കിടക്കേന്ന്, ഞാൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ വെച്ചിട്ടാണ്ടെ കരഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താടി മക്കളെ പറ്റി ഇങ്ങനെ ചെയ്തോണ്ടപ്പോ സത്യം പറഞ്ഞ ആ അവിടത്തെ നമ്മളെ യൂണിറ്റ് കംപ്ലീറ്റ് കരയാണ്. അപ്പോഴും സാറ് കട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ, മറന്നുപോയി. അത്രയ്ക്ക് മികച്ച അഭിനയമായിരുന്നു. ഇവ ഏതുവരെ പോകുന്നതിന് ഞാനൊന്നും ഒരു പെണ്ണെ അവളായതുകൊണ്ട് കേസ് കൊടുത്തില്ല എങ്കിൽ നായക ഇപ്പൊ ഉള്ളേലാണ് റിലീസിന്റെ അന്ന്. എടോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കലാഭവൻ ഷാജോൺ വേണോന്ന് പറഞ്ഞതായിരുന്നു. ഈ പെക്കല്ല, ഈ സിനിമയിലെ ക്യാരക്ടർ മനസ്സിലായോ? പക്ഷേ ഒരു സാഹചര്യത്തിൽ പുള്ളിക്ക് ഈ പടത്തിൽ വന്ന് പങ്കെടുക്കാൻ പറ്റും. അതുകൊണ്ട് പുള്ളി ഇപ്പോഴും ഫീൽഡിലുണ്ടില്ലെങ്കിൽ എപ്പോഴേ ഫീൽഡ് ഔട്ട്. പിന്നെ വേറൊരു കേസ് സാറേ, നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് ഇരിക്കണം. കാര്യം മലയാളത്തിൽ തമിഴിലുമായിട്ട് എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്കൊന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വെരി ഗുഡ്. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു നായകൻ, ഓക്കെ, ഒരുപാട് പേരെ കബളിപ്പിക്കപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു നായകൻ. എന്റെ കഥയാണോ? വേറെ കഥ. അവസാനം എല്ലാരും പുള്ളിയെ പറ്റിക്കും. എല്ലാരും പറ്റിച്ച് പുള്ളി അങ്ങനെ ഒറ്റപ്പെട്ടു. അവസാനം പുള്ളി രണ്ടുപേരും കൂട്ടുകൂടും. ഒരു സെക്കൻഡ്, ഇത് നിങ്ങൾ എന്റെ ജീവിതത്തിന്റെ കമന്ററി പറയുമല്ലോ? അയ്യോ അല്ല, ആണ്. അവസാനം ഈ പുള്ളി രണ്ടുപേരെ കണ്ടെത്തും, അവരെ അങ്ങ് വിശ്വസിക്കും, അവരും പുള്ളിയെ പറ്റിക്കും. എന്താ പടത്തിന്റെ പേര്? കള്ളമുഖങ്ങൾ. മലയാളത്തിൽ. തമിഴിൽ തിരുട്ട് മൂഞ്ചി. ആരാ നായകൻ? അവൻ. അപ്പൊ ഈ പറഞ്ഞ ഏകദേശം കറക്റ്റായി. കാരണം അങ്ങനെയല്ലേ വരത്തുള്ളൂ. കാരണം എന്റെ പടത്തിൽ അഭിനയിച്ച ആർക്കെങ്കിലും പൈസ കിട്ടാതിരുന്നിട്ടുണ്ട്? അത് പറ. പൈസ കിട്ടാ, എനിക്ക് പൈസ കിട്ടി. നിനക്ക് അവന് ചെക്ക്. സാർ അത് എന്റെ അടുത്ത് കാണിച്ചത് ആയി പോയിട്ടോ സാറേ. എന്തോ ഈ സാറ് തന്ന ചെക്ക് മടങ്ങി. ആ വർത്തമാനം എന്നോട് പറയരുത്. ആ ഒരു വർത്തമാനം മാത്രം എന്നോട് പറയരുത്. എന്റെ ഭാര്യയുടെ താലിമാല വരെ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ഇറക്കിയത്. അങ്ങനെ എന്റെ ചെക്ക് മടങ്ങില്ല. എന്റെ ചെക്ക് അങ്ങനെ മടങ്ങിയത്? ചെക്ക് മടക്കി എന്റെ പോക്കറ്റ് വെച്ചപ്പോ ചെക്ക് മടങ്ങി. ഞാൻ പുളക അടിച്ച് പരിചയം കേട്ടാ, മനസ്സിനെ ടെൻഷനെ വന്നപ്പോ ചെറിയ തമാശയായിരുന്നു, ഇപ്പൊ വലിയ തമാശ. പിന്നെ എത്ര തമാശ നമ്മളെ പടത്തിലുണ്ടെന്ന് അറിയാൻ തിയേറ്റർ കൈയടിയായിരിക്കും. അടിച്ച് പരിചയം കേട്ടാ. ഞാൻ സാറെന്തും വിട്ടായിരിക്കണം. എന്റെ 5 കോടി പോയി. ഈ ഊളത്തരം അല്ലടാ സിനിമക്കകത്ത് മൊത്തം എഴുതി വെച്ചേക്കുന്നത്. ഈ മാലയൊക്കെ കഴുത്തിലുണ്ടെന്നേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയുണ്ട്. ഞാനൊരു കാര്യം പറയാം. എന്തായാലും അടുത്തായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യാൻ ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കരോട്ടെ പടമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കരോട്ടെ പടം? അതെ, കരോട്ടെ പടം. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കാൻ നേരത്തെ എന്തിനാടാ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, അങ്ങോട്ട് മാറി അങ്ങോട്ട്. പക്ഷെ അതിനകത്ത് കരാട്ടെ അറിയാവുന്ന ഒരു നായകനെ വേണം. കരോട്ടെ അറിയാവുന്ന ഒരു നായകൻ. സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ ഷൂട്ട് നടക്കുന്നത്. പക്ഷെ നായകൻ സ്വിറ്റ്സർലാൻഡിൽ ഷൂട്ടില്ല. ഇറങ്ങിയാ നിന്റെ കുറച്ച് മാറങ്ങോട്ട്. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കാൻ നേരത്തെ ഞാൻ നോക്കുന്നതും അങ്ങനത്തെ ഒരു ഫ്രെയിമാ. അതെ, നായകൻ എന്ന് പറയുമ്പം കറക്റ്റ് പറഞ്ഞ ഒരു കരോട്ട ഫ്രെയിമിൽ ഒന്ന് കയറിയിരിക്കുന്നു. എടാ ഞാൻ പറഞ്ഞില്ലേ, ഈ കരോട്ട ബേസ് ചെയ്തിട്ടുള്ള സിനിമയാകാൻ നേരത്ത് നമുക്ക് അതിനകത്ത് നല്ല ഒരു ഇടി കൊണ്ടുവരാനായിട്ട് പറ്റും. മനസ്സിലായോ? അങ്ങനെ ഇടിക്കുന്ന നായകൻ ആരുണ്ടോ? ഇടിക്കുന്ന നായകൻ പെപ്പ എങ്ങനെയുണ്ട്? കുരുമുളക് ഇട്ട് വെക്കണം. എന്തോന്ന്? കപ്പ. എടാ കപ്പയുടെ കാര്യമല്ല, ആന്റണി പെപ്പ. അതൊക്കെ ഡേറ്റ് കിട്ടാൻ പാടാണെന്ന്. ഞാൻ ഇടിക്കാൻ സാറേ വേണമെങ്കിൽ. നീയാ? ഓ, നിന്റെ പേരെന്തോന്നാ പറഞ്ഞത്? പൊളകൻ. ഓ എടാ, ആരെങ്കിലും ഒരാൾക്ക് ഇടുന്ന പേരാണടാ പൊളകൻ എന്ന്. എങ്ങനെയാടാ ഈ പൊളകൻ എന്നൊക്കെ പേര് വരുന്നത്? തമിഴില് ചേരൻ ഇടാങ്കിൽ പിന്നെ എനിക്ക് പൊളകൻ ഇടാനാണ് ന്യായമായ ചോദ്യം. ഒരു കാര്യം ചെയ്യല്ല, നിങ്ങൾ സംസാരിക്കും, ഇതിന് മറുപടി എനിക്ക് പറയാനില്ല. അല്ല സാറിന് ഫോൺ വരും സാർ. ഫോൺ കേൾക്കാൻ വയ്യേ? ഹലോ, കൊട്ടാരക്കര മാളയെന്ന. കൊട്ടാരക്കര മാളയല്ല, അവിടെ സായികുമാറല്ലേ? എടാ കൊട്ടാരക്കര മാള് നമ്മുടെ പടം ഓടുന്ന അവിടെ നിന്നാ വിളിക്കുന്നത്. ഹലോ, 3 ആണോ? 3 ഷോ വിളിച്ച് ചോദിച്ചേക്കുന്നു സാറിന്റെ അടുത്ത്. 3 ഷോ ഉണ്ടല്ലേ സാർ?
3 പേരെ തിയേറ്റർ ഒരു 15 പേര് ഉണ്ടെങ്കിൽ പടം ഓടിക്കാന്നാണ് അവർ പറയുന്നത്. ഈ പരിചയത്തിലുള്ള കുഞ്ഞമ്മയോ കൊച്ചിച്ചനോ ആരെങ്കിലും ഒക്കെ കൊട്ടാരക്കര എനിക്ക് കൊട്ടാരക്കര ബന്ധുക്കളൊന്നും ഇല്ലേ? ആ പൊളക കിടക്ക് കുറെ അവിടെ കിടന്ന് പൊളഞ്ഞതല്ലേ? വല്ല ആരെങ്കിലും ഉണ്ടോ അവിടെ? എനിക്ക് കൊട്ടാരക്കര ഭാഗത്തും ഉണ്ട്. ആ അവര് ബബ്ബ കാണാൻ പോയെന്നാണ് തോന്നുന്നത്. അതിൽ കയറൂല. എന്റെ കാശ് മുടക്കിയ ഞാൻ ബബ്ബ, അല്ലാതെ പിന്നെ എന്തോ പറയാൻ. മനുഷ്യന്റെ കാര്യം ഒരു സ്വഭാവോട് ചിത്ത് പറയുമെന്ന് പറയല്ലേ. അല്ലേ, ഒരു മര്യാദ വേണ്ടി. വേറൊന്നും കൊണ്ട് പറയണില്ല. പൈസ മുടക്കിയ ആളായതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറൊന്നും പറയാത്തത്. ഇത്രയും ആലമ്പ് വർത്താനം പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ നീ അവിടെ കണ്ടിട്ടുണ്ടോ? അഹങ്കാരം പിടിച്ചത്. അഹങ്കാരം പിടിച്ചത് ഇവനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പടം ഒന്ന് കഴിഞ്ഞിട്ട് ഇതങ്ങാനും വിജയിച്ചു കഴിഞ്ഞാൽ അവന്റെ ചെവിക്കല്ലേ ഞാൻ അടിച്ച് ഞാൻ പറയുന്നു. അഴുക്ക സിനിമ ഞാൻ സംവിധാനം ചെയ്ത അഴുക്ക സിനിമ. അതല്ല അഴുക്ക സിനിമ ഞാൻ സംവിധാനം ചെയ്ത. നിങ്ങളല്ല അഴുക്ക, ഞാൻ അഴുക്ക. സിനിമ അടിപൊളിയില്ലേ? സിനിമ സൂപ്പർ. അതാണ് ഞാൻ പറഞ്ഞത്, പടം കൊള്ളാം. ഈ പ്രൊഡ്യൂസർ എന്താ ഇങ്ങനെ ഇത്ര ഇത് തോൽവിയായി ഇവനെയൊക്കെ വെറുതെ ഇറച്ചി മീനൊന്നും വാങ്ങിച്ചു എന്തൊരു ചെറുക്കൻ. ഞാൻ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പുറത്താവുമെന്നാണ് എന്റെ പേര്. അതിന് കേറിയില്ലല്ലോ അങ്ങോട്ട്. എന്നേ ഉള്ളൂ. ഇത്രയും നല്ല പ്രൊഡ്യൂസറെ നമുക്ക് ദൈവമായിട്ടാണ് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം ചെയ്യൂ. നിന്നെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കും. പിന്നെ അടിപൊളിയല്ലേ സാറേ? വലിയവൻ. ഒട്ടകത്തെ കുളിപ്പിച്ച് ജീവിച്ചാ മതിയായിരുന്നു. അതാകുമ്പോ തിരിച്ചൊന്നും പറയത്തില്ലായിരുന്നല്ലോ. കൊടുക്കുന്ന സാധനത്തിന് നന്ദി കാണിച്ചു. ഒരു മിനിറ്റ്. ഹലോ, പടം കഴിഞ്ഞ? സത്യം? അമ്മേ, ശരി നമ്മളെ പടം കഴിഞ്ഞ് പോയില്ല. പടം ബമ്പർ ഹിറ്റ്. തിയേറ്ററിൽ വിളിച്ചത്. സിനിമ ഹിറ്റായിരുന്നു. എന്റെ ദൈവമേ, കാശിന് ഫലമുണ്ടായി. സിനിമ ഹിറ്റായി. ഒരു സന്തോഷ മ്യൂസിക് വന്നിരുന്നേ. കൊള്ളായിരുന്നേ എന്റെ ദൈവമേ. കഴിവുള്ളവനായിരുന്നോ? അങ്ങനെയൊക്കെ കഴിവിട്ടവന്. ഈ കഴിവുകെട്ടവനല്ല, നീ നല്ല സൂപ്പർ സ്റ്റാറാ. എന്തായാലും പടം ഹിറ്റായി. എല്ലായിടത്തും ആള് കയറിയുന്നു. എന്റെ ദൈവമേ, സന്തോഷമായി. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഈ പടം ഹിറ്റായ സ്ഥിതിക്ക് ഉടനെ തന്നെ ഞാൻ പറഞ്ഞ കരോട്ടെ ഫിലിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചെയ്യൂല. ഒരിക്കൽ ചക്ക വീണ് മോലി എത്തുന്നും പറഞ്ഞ് എപ്പോഴും ചാവണമെന്നില്ല. പോരാത്തതിന് ഇപ്പൊ ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊരു പേരെനിക്കുണ്ട്. അത് അങ്ങനെ തന്നെ അങ്ങ് നിക്കട്ടെ. എടാ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളൊരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് എല്ലാം വിജയിക്കണമെന്നില്ലല്ലോ. സിനിമ നമ്മൾ ഇറക്കി കൊടുക്കുക, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ അവരത് വിജയിപ്പിക്കും. അതുകൊണ്ട് താൻ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. താൻ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കണം. എന്നാ പിന്നെ അവൻ തന്നെ നായകൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ പൊട്ടിക്കാൻ പോയി. എവിടെ വലിച്ചോണ്ടിരുന്നാൽ അതൊക്കെ നേരത്തെ തീർന്ന്